നബിദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അഡീഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് നബിദിനം നബിയുടെ കാലത്തില്ല എന്ന് ഏറെക്കുറെ എല്ലാ സുന്നികളും അംഗീകരിക്കുകയാണ്. പക്ഷേ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള വിശ്വാസികളുടെ ബാധ്യതയാണ്. ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്ന ആ ഹുബിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾ ഈ ഹുബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നബിദിനം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിക്കോളും. 2, നിങ്ങൾ മുജാഹിദുകളായ ആൾക്കാർ ഇത് നബിൻ്റെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണില്ല, മാറി നിൽക്കണം, അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടിക്കോളും. വെറുതെ നിന്നെ അങ്ങനെ കച്ചറ ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാ, ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജ് കെട്ടി വയലറിന് സ്റ്റാറ്റസ് ഇട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണ് എന്ന് വളരെ നിഷ്കളങ്കമായി ചോദിക്കണ ചില ആൾക്കാരുണ്ട്. ഇവരോട് എന്താ പറയാനുള്ളത്? ഇങ്ങനാണെങ്കിൽ ഒറ്റ ക്രിസ്ത്യാനി നരകത്തിൽ പോകില്ല. ഈ ഒറ്റ വാദം മതി, ഒരൊറ്റ ക്രിസ്ത്യാനി നരകത്തിൽ പോകില്ല. കാരണം എന്ന് വെച്ചാൽ ക്രൈസ്തവരായ ആളുകൾ ഈസാ നബിയോട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞതല്ല ഈസാ നബി ദൈവപുത്രനാണ് എന്ന്. ഈസാ നബിയോട് ക്രിസ്ത്യാനികൾക്ക് മഹാദേഷ്യം വന്നു. ഒറ്റടിയാണ്. എന്ത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ മോനാണ്. മഹബത്ത് കൂടിയതാ. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൂടി ഈസാ നബി പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പടച്ചോനെ എന്നോട് ഇഷ്ടം കൂടിയിട്ട് പറഞ്ഞ വർത്താനം കേട്ടില്ലേ? നിങ്ങൾ വിചാരിക്കണ്ടോ ഇവരൊക്കെ സ്വർഗത്തിൽ പോകുന്നു? ആണോ? അപ്പൊ അതൊക്കെ അടവ് നയമാണ്. മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. എന്താ പറഞ്ഞത്? ഫീക മതലുൻ മിൻ ഈസാ അബ്ഗലതുൽ യഹൂദു ഹത്താ ബഹതു ഉമ്മഹു. ഈസാ നബിയോട് ജൂതന്മാർക്ക് ദേഷ്യം പിടിച്ചു. നിങ്ങൾ ആ ഉപമ പഠിക്കണം, നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്ന് റസൂൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫീക മതലുൻ മിൻ ഈസാ, ഈസാ നബിയിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്, പാഠമുണ്ട്. അബ്ഗലതുൽ യഹൂദു ഹത്താ ബഹതു ഉമ്മഹു. ജൂതന്മാർക്ക് ഈസാ നബിയോട് ദേഷ്യം പിടിച്ചപ്പോ ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയുടെ ഉമ്മ വ്യഭിചാരിണിയാണ്, മറിയം ബീവി വേശ്യയാണ് എന്ന് ദേഷ്യം പിടിച്ച ജൂതന്മാര് പറഞ്ഞു. അടുത്ത വാചകം റസൂൽ പറയാണ് വഅഹബ്ബതുഹുൻ നസ്വാറ. ജൂതന്മാർ ഈസാ നബിയോട് ദേഷ്യം പിടിച്ചപ്പോ വഅഹബ്ബതുഹുൻ നസ്വാറ, നസ്വറാക്കൾ ഈസാ നബിയോട് അങ്ങേറ്റം ഹുബ്ബ് കാണിച്ചു. എങ്ങനെ ഹുബ്ബ് കാണിച്ചത്? ഹത്താ അൻസലൂഹു ബിൽ മൻസിലത്തില്ലതി ലൈസ ബിഹി, അദ്ദേഹത്തിനില്ലാത്ത സ്ഥാനം വെച്ചു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിനില്ലാത്ത മൻസിൽ, അദ്ദേഹത്തിനില്ലാത്ത സ്ഥാനം അദ്ദേഹത്തിന് വെച്ചു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് ഒരു ഒരു ദൈവത്തിന്റെ പരിവേഷം നൽകിക്കൊണ്ട് അവർ ഇതാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ഈസാ നബി നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും ഉണ്ടോ? അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാധാരണക്കാരൻ അവരെ മനഃശാസ്ത്രപരമായി എങ്ങനെ തെറ്റിക്കാമെന്ന പിശാചിന്റെ ഐഡിയയാണിത്. കാരണം നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് ഒരാളും പറയൂല. ഇത് അള്ളാഹുവിന് നേരത്തെ അറിയാം, റബ്ബിന് ഇത് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മാനദണ്ഡം വെച്ചു. എന്തിനുള്ള മാനദണ്ഡം? ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അല്ലാഹയെയാണ്. ഖുർആൻ അത് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒരു മുഅ്മിൻ ഏറ്റവും അധികം ശക്തമായി സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്, റബ്ബിനെയാണ്. റബ്ബിനോടുള്ള ഇഷ്ടമാണ് അവർക്കുണ്ടാവുക. ആ ഇഷ്ടം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ മാനദണ്ഡവും പറഞ്ഞു തന്നു, മാനദണ്ഡവും പഠിപ്പിച്ചു തന്നു. ആ മാനദണ്ഡം എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹനെ എനിക്ക് ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ട് തലകുത്തി നടക്കുന്ന ഒരാൾ ഞാൻ റബ്ബിനെ ഇഷ്ടപ്പെടുകയാണ്, വേർത്തൻ കാട്ടിൽ കയറിയിരിക്കുന്നു ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുകയാണ്, വേർത്തൻ പറയുന്നു അനല്ലാ ഞാൻ തന്നെയാണ് അള്ളാഹ്. ഇങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കാനാണോ അല്ല പറയുന്നതല്ല. നിങ്ങൾക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ, റബ്ബിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൃത്യമായി അതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം മറ്റൊന്നുമല്ല, ഫത്തബിഊനി, പ്രവാചകനായ എന്നെ പിൻപറ്റൂ എന്ന് പറയൂ നബിയെ. യുഹിബ്ബുകുമുല്ലാഹ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. ഇനി ഒരാൾ തീരുമാനിക്കുക എനിക്ക് പടച്ചവനോട് ഭയങ്കര ഹുബ്ബാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല. ഇനി ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതാ കൊല്ലം മുഴുവൻ ഞാൻ നോമ്പ് നോക്കുകയാണ്. ഒരുത്തൻ പറയാണ് എനിക്ക് അല്ലാഹനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഉറങ്ങാതെ നിസ്കരിക്കുകയാണ്. കുഴപ്പമില്ലുണ്ടോ? പ്രശ്നമല്ലുണ്ടോ? രാത്രി മുഴുവൻ നിസ്കരിക്കലല്ലേ, കൊല്ലം മുഴുവൻ നോമ്പ് നോക്കലല്ലേ, കൂട്ടുകുടുംബാദികളെ മുഴുവൻ ഉപേക്ഷിച്ച് സർവ്വസമയവും അല്ലാഹന്റെ മാർഗത്തിൽ പ്രവർത്തിക്കലല്ലേ? നല്ലതല്ലേ? ഹുബ്ബല്ലേ? സ്നേഹല്ലേ? ഈ 3 രൂപത്തിൽ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് ദീൻ പഠിച്ച ചില ആളുകൾ തന്നെ തീരുമാനമെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തന്റെ മുന്നിലേക്ക് അവരെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചത് അന്തുമുല്ലദീ ഖുൽതും കദാ വകദാ, ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തവർ നിങ്ങളാണോ? ഇങ്ങനെ തീരുമാനമെടുത്തവർ, അഥവാ കൊല്ലം മുഴുവൻ നോമ്പ് നോക്കാനും രാത്രിയിൽ ഉറങ്ങാതെ നിസ്കരിക്കാനും കൂട്ടുകുടുംബാദികളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ തന്നെ സദാ ചെലവഴിക്കുമെന്നൊക്കെ പ്രതിജ്ഞയെടുത്തവർ നിങ്ങളാണോ എന്ന് 3 സ്വഹാബികളെ നിരത്തി നിർത്തി റസൂൽ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അവർ തലയാട്ടി സമ്മതിക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞ വാചകം ഉഷാറായി, വെൽഡൻ എന്നല്ല. അള്ളാഹിനോട് ഹുബ്ബുകൊണ്ടല്ലേ നിങ്ങള് മുത്തഖീങ്ങളായി പോയിട്ടുണ്ട്, സ്വർഗം പടച്ചു നിങ്ങൾക്ക് തുറന്നു വെച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് റസൂലുള്ള അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം ഇന്നി അത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹ്, നിങ്ങളെക്കാൾ അള്ളാഹനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ്, നിങ്ങളെക്കാൾ അള്ളാഹുവിൽ ഭക്തിയുള്ള ഖുശൂഉള്ളവൻ ഞാനാണ്. എന്നാൽ എൻ്റെ സ്വഭാവം രാത്രി മുഴുവൻ നിസ്കരിക്കലല്ല, നേരെ മറിച്ച് രാത്രി ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, അതുപോലെ തന്നെ അസൂമു ഞാൻ നോമ്പ് നോക്കാറുണ്ട്, ദിവസങ്ങളും ഐച്ഛികമായ നോമ്പ് നോക്കാറുണ്ട്, കൊല്ലം മുഴുവൻ എനിക്ക് നോമ്പില്ലാത്ത ദിവസവും നിസ്സാരത്തിന്റെ ഭാരമുള്ള ആളാണ് ഞാൻ, നുബുവത്തിന്റെ ഭാരമുള്ള ആളാണ് ഞാൻ, ദഅവത്തിന്റെ ഭാരമുള്ള ആളാണ് ഞാൻ. അതൊക്കെ എന്റെ ദൗത്യം ഞാൻ നിർവഹിക്കുമ്പോൾ തന്നെയും ഞാൻ വിവാഹം കഴിച്ചയാളാണ്, എനിക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞ വാചകം ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യ പോരാ, അതിനെ കടന്നിട്ട് അള്ളാഹിനെ സ്നേഹിക്കണം എന്നാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറം അള്ളാഹുവിനോട് ഹുബ്ബ് പ്രകടിപ്പിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്റെ ആളല്ലെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് പിൽക്കാലഘട്ടത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ ഉലമാഉം സ്വീകരിച്ചത്, സർവ്വ പണ്ഡിതന്മാരും സ്വീകരിച്ചത്. കാര്യം ഇവരിങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കല്ലേ, റസൂലുള്ളാഹിയെ സ്നേഹിക്കല്ലേ എന്ന അടവ് നയം പറഞ്ഞിട്ടാണ് പിശാച് ഇവരെ തെറ്റിക്കുന്നത്. അടവ് നയം. അള്ളാഹുവിന്റെ റസൂലിനേക്കാളും വലിയ ഭക്തിയുള്ള ആളോ, അള്ളാഹിന്റെ റസൂലിനേക്കാളും അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളോ? ഒരിക്കലും അങ്ങനെ ഒരു വഴി നമുക്ക് മുന്നിലില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി അറിയണം. മാത്രമല്ല നമുക്കറിയാം, മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുമ്പോ ഒരാൾ മാലിക് ഇമാമിന്റെ അടുക്കൽ വന്നു. മാലിക് ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് അയാൾ പറയാണ്, എനിക്ക് ഇഹ്റാം കെട്ടണം, ഞാനിത് പരിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. എവിടുന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? മദീനത്ത്. മഹാനായ മാലിക് ഇമാം ജീവിച്ചിരിക്കുമ്പോ മാലിക് ഇമാമിന്റെ മുന്നിൽ വന്നിട്ടാ ചോദിക്കുന്നത്, എവിടുന്നാണ് ഞാൻ ഇഹ്റാം കെട്ടേണ്ടത്? അപ്പോൾ മദീനത്ത് നിന്നായതുകൊണ്ട് മാലിക് ഇമാം പറഞ്ഞു ദുൽഹുലൈഫയിൽ നിന്നാണ്, അവിടുന്ന് ഇഹ്റാം കെട്ടേണ്ടത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, എന്താ അദ്ദേഹം പറഞ്ഞത്? എന്നാൽ ഞാൻ അവിടുന്നല്ല ഇഹ്റാം കെട്ടാൻ തീരുമാനിച്ചത്, നേരെ മറിച്ച് ഫഇന്നി ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നത് മിനൽ മസ്ജിദിൻ നബവി, മസ്ജിദുൻ നബവി എന്നാണ്. എന്തിനാ ദുൽഹുലൈഫ വരെ പോണേ? ഇവിടെ അല്ലാഹുവിന്റെ പള്ളിയല്ലേ കിടേ, 2ാം ഹറം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തല്ലേ, ഞാൻ പള്ളിയിൽ തന്നെ ഇഹ്റാം കെട്ടി പോവാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു ഉഷാർ എന്നല്ല, നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞു ലാ തഫ്അൽ, ചെയ്തു പോകരുത് നീ അത്. ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, നിനക്ക് ഫിത്ന ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്. അപ്പൊ ഇയാൾ ചോദിച്ച ചോദ്യം ഇതുപോലൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചു വായു ഫിത്ന, എന്ത് ഫിത്ന? ഇന്നമാ ഹിയ ഖുതുവാത് അസീദുഹ, കുറച്ചുകൂടി എൻ്റെ ഇഹ്റാം കെട്ടി എൻ്റെ കാലടികൾ കൂടല്ലേ ഉള്ളൂ, ദുൽഹുലൈഫ വരെ എത്തണ്ടല്ലോ, ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടിപ്പോയാൽ അത്രയും കാലടികൾ കൂടുതൽ കൂലി കിട്ടല്ലേ ഉള്ളൂ. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി, അയ്യ ഫിത്നയെന്നോ, എന്ത് ഫിത്നയെന്നോ ഖുർആൻ, ആ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, താക്കീത് നൽകി. കാര്യം വെച്ചാൽ നീ ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടിപ്പോകാൻ തീരുമാനിച്ചാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടക്കുക എന്നതാണ്. നബിക്കാ ബോധം ഉണ്ടായില്ല, നബിക്കാ ബുദ്ധി ഉണ്ടായില്ല, നബിക്കില്ലാത്തൊരു കൂലി നീ നേടിയെടുക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ലം യസ്ബിഖ് ഇലൈഹി, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ മുൻകടക്കാനുള്ള ശ്രമം, ആ ശ്രമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബി ചെയ്യാത്തൊരു കാര്യം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക, സ്വഹാബത്ത് ചെയ്യാത്തൊരു കാര്യം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക, അവർക്കൊന്നും ഇല്ലാത്തത് കിട്ടുക എന്നൊരാള് ആലോചിച്ചു പോകുന്നുവെങ്കിൽ ഖുർആൻ സൂറത്തുൻ നൂറിൽ 63-ാം ആയത്തിൽ അവർക്ക് നൽകുന്ന താക്കീത് ഫൽയഹ്ദർ, കരുതിയിരിക്കട്ടെ, അവർ കരുതിയിരുന്നു കൊള്ളട്ടെ. ആര്? അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്കെതിരെ ചെയ്യുന്നവർ കരുതിയിരുന്നു കൊള്ളട്ടെ. എന്ത്? അം തുസീബഹും ഫിത്ന, അവർക്ക് വലിയ ശിക്ഷ വന്ന് ഭവിക്കുന്നത്, വലിയ ഫിത്ന വന്ന് ഭവിക്കുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുന്നത് അവർ കരുതിയിരുന്നു കൊള്ളട്ടെ. അള്ളാഹുവിന്റെ താക്കീതാണ്. ഈ ആയത്ത ഓതിക്കൊടുത്തത് ആർക്ക്? കള്ളു കുടിച്ചൊന്നല്ല,
വ്യഭിചരിക്കാൻ പോയിട്ട് വന്നവനല്ല. നേരെ മറിച്ച് ഞാൻ ദുൽഹുലൈഫിന്നല്ല ഇഹ്റാം കെട്ടാൻ പോണത്, മസ്ജിദ് നബവിന്നാ ഇഹ്റാം കെട്ടാൻ പോണത്. എന്തിനാത്? അതെന്ന് വെച്ചാൽ ദുൽഹുലൈഫിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇഹ്റാം കെട്ടി പോകുമ്പോൾ അത്രയും കാലടി കുറച്ചല്ലേ കിട്ടുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഹ്റാം കെട്ടിയാലോ അത്രയും കാലടി കൂടുതൽ കിട്ടൂലേ എന്ന് ചോദിച്ചവന് സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്ത് ഓതി കൊടുത്തത് ഹിജറ മഹാനായ മാലിക് റഹിമഹുള്ളയാണ്. മാത്രമല്ല മറ്റൊരിക്കൽ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു മുസയ്യിബ് എന്ന് പറഞ്ഞാൽ മിൻ താബിഈൻ, പ്രഗൽഭനായ താബിയാണ് അദ്ദേഹം. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത് അദ്ദേഹം 20 കൊല്ലക്കാലം ജീവിച്ചിട്ട് അദ്ദേഹത്തെ മുന്തിച്ചിട്ട് ജമാഅത്തിന് വന്നൊരു മനുഷ്യനുണ്ടായിട്ടില്ല. 20 കൊല്ലം, ഒരു ദിവസം 2 ദിവസം അല്ല, 20 കൊല്ലക്കാലം അദ്ദേഹം പള്ളിയിലെത്തുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയ ഒരാളുണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത്. 1-ാം സഫിലാണ് അദ്ദേഹം ഉണ്ടായി. 20 കൊല്ലം 1-ാം സഫിലുണ്ടാവും. ആദ്യം പള്ളി വരുന്ന ആളാ സഈദ് ഇബ്നു മുസയ്യിബ്. അദ്ദേഹം ഒരിക്കൽ സുബൈക്ക് ബാങ്ക് കൊടുത്ത് പള്ളിയിരിക്കുമ്പോൾ ഒരു കാക്ക കയറി വന്നു, പള്ളിയിൽ കയറി വന്നിട്ട് അദ്ദേഹം നിസ്കാരം മൂപ്പരം കൊണ്ട് കൈകെട്ടി സലാം വീട്ടി അങ്ങനെ നിസ്കരിച്ച് 2 റക്അത്ത് വീതം ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവിട്ടതിന് ശേഷം ഈ നിസ്കാരം കണ്ട മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഫൽ, ഇങ്ങനെ ചെയ്യരുത്. കുഫ് അനിസ്സലാ, ഇവിടെ നിസ്കാരം ഈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തേ ഉള്ളൂ. കുഫ് അനിസ്സലാ, അത്ര മതി. അപ്പോ ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് അവ യുഅദ്ദിബുനില്ലാഹു അലസ്സലാ, ഞാൻ നിസ്കരിച്ചാൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കോ? ഇയാൾ ചോദിക്കുകയാണ്, ഞാൻ നിസ്കരിച്ചാൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കോ? എത്ര മാന്യമായ ചോദ്യം ചോദിക്കണത്. ഞാൻ നിസ്കരിച്ചാൽ, ഞാൻ ഇപ്പോ ഈ സുബൈന്റെ ബാങ്ക് കൊടുത്തതിന് ഒരുപാട് നിസ്കരിച്ച അതിന്റെ പേരിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കോ? ആ കുരുത്തം കേട്ട ചോദ്യത്തിന് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ലാ, ഇല്ല, നിസ്കരിച്ചതിന്റെ പേര് എന്നെ ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബുക അലാ തർക്കി സുന്ന, നിന്നെ അള്ളാഹ് ശിക്ഷിക്കുന്നത് സുന്നത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിലായിരിക്കും. നിസ്കാരത്തിന്റെ പേരിലല്ല, സുന്നത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് നിന്നെ ശിക്ഷിക്കാൻ പോണേ പടച്ചവൻ. ഇതാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത്. ഞങ്ങൾ മഹബത്ത് കാട്ടുകയാണ്, നബി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിയങ്ങളില്ല, തബഉത്താബിയങ്ങളില്ല, പിന്നെ ആര്? 3 നൂറ്റാണ്ട്. ഏതാ ഈ 3 നൂറ്റാണ്ട്? വെറുതെ തട്ടിക്കളയാൻ പറ്റുന്ന നൂറ്റാണ്ടാണോ? ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ, ഉത്തമ തലമുറയായ എൻ്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്. 4-ാം തലമുറ റസൂൽ എണ്ണിയിട്ടില്ല. 4-ാം തലമുറയെ നബി പറഞ്ഞത് അവരെ വിശ്വസിക്കാൻ കൊള്ളത്തരുന്ന. മനസ്സിലാക്കണം, ഈ ഉത്തമ തലമുറയിലുള്ള ആർക്കും തിരിയാത്തത് എനിക്ക് തിരിഞ്ഞു, ഞാനാ ഇപ്പൊ ഉഷാറ്, ഓരോന്നും അല്ല, എനിക്കിപ്പം മഹബത്ത്, എനിക്ക് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അവരെ മുൻകടക്കുകയാണോ നീ?